രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ മീൻ വന്നു കേട്ടോ. കുറേ ദിവസമായി മീൻ മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മീൻ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മീൻ മേടിക്കാൻ പോയപ്പോൾ അപ്പോൾ മത്തി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മത്തിയായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം അങ്ങനെ കുറച്ച് മത്തി മേടിച്ചതാണ്. പിന്നെ കുറച്ച് പുഴമീൻ മേടിച്ചു കേട്ടോ. അപ്പോൾ മത്തി 1/2 കിലോ മേടിച്ചു, ചാറ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ബാക്കി വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പുഴമീൻ മേടിച്ചിട്ടോ. അപ്പോൾ നല്ല മീനായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, 2 മീനും കുറേശ്ശെ മേടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഇനി ഏട്ടൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാനൊക്കെ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മീൻ കറി വെക്കാൻ വിചാരിച്ചു. നല്ല മഴയാണ് കേട്ടോ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നല്ല മഴയാണല്ലോ. അപ്പോൾ എന്തായാലും ഇനി കുഞ്ഞാറ്റയ്ക്ക് ചായയൊക്കെ കൊടുത്ത് അവളും കഴിച്ചു. ഇനിയിപ്പോൾ ഞാനും അമ്മയൊക്കെ കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കറി വെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ തെങ്ങൊക്കെ വെട്ടിയിട്ടോ എന്ന് കഴിഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തപ്പോൾ അതിൽ തെങ്ങ് വീണിട്ടുണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തെങ്ങ് വീണിട്ട് അതെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വലിപ്പമുള്ള തെങ്ങായിരുന്നു. അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആപത്തും വരാതെ അങ്ങനെ കാത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാരണം 4 സൈഡും വീടാണ് കേട്ടോ. തെങ്ങിൻ്റെ 4 സൈഡും വീടാണ്, 4 വീടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമ്മളെ കാത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാം, അങ്ങനെ നമുക്ക് എന്തായാലും അതിൻ്റെ വീഡിയോസ് നമുക്ക് പുറകെ കാണാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇനി വീഡിയോസിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഓളെന്ന ഓപ്ഷനൊക്കെ ഒന്ന് അമർത്തിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ അയക്കണം കേട്ടോ. കമൻറ്റ് അയക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെന്തായാലും മീനൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട് കേട്ടോ, വെന്ത് വരുന്നുള്ളൂ. അപ്പം അന്ന് നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എന്തായാലും ചോറ് വേവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് വേവാനായ ടൈമിനാണ് നമുക്കിന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മീൻ കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ താഴത്തെ വീട്ടിൽ അവിടെ പറമ്പിൽ ആ ചേച്ചി അവരുടെ പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി കണ്ടിട്ട്. അപ്പം അങ്ങനെ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അമ്മ തുണികളൊക്കെ കുഞ്ഞാറ്റയുടെ കുറച്ച് കുഞ്ഞു തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോപ്പുടിയിൽ കിട്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് അവരെ കണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ തെങ്ങ് വീണതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സംസാരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വന്നതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ അമ്മ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ചതച്ചെടുത്തു. അങ്ങനെ നമ്മൾ എന്തായാലും അടുപ്പത്ത് കയറ്റി കേട്ടോ. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധാട്ടോ. നമുക്ക് ഗ്യാസിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തീ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ അടുപ്പിലാവുമ്പോൾ എന്താണെന്ന് പറയുക, ചട്ടിയല്ലേ, മൺചട്ടി ആയതുകൊണ്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളെ ഇളക്കി കൊടുക്കാറട്ടോ. അല്ലെങ്കിൽ ഫുള്ള് ഒരു ദിവസം എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടോ. കരിഞ്ഞു. നമ്മളെ ഇറക്കി വെക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു, തീയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കനലിൽ കിടന്നിട്ട് തന്നെ ഞാൻ എന്തോ എടുക്കാൻ പോയപ്പോഴേക്കും കറിവേപ്പിലെടുത്ത് വന്നപ്പോഴത്തേനും മൊത്തം കരിക്കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറി വെച്ചതൊക്കെ ഒരു കരിക്കട്ട മണമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം, എന്നിട്ട് തന്നെ നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇളക്കിയിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയും ചൂടായി ചട്ടിയും ചൂടായി കിടക്കുമ്പോഴേ നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് ഇളക്കിയപ്പോഴേ തന്നെ എന്നാലും കരിഞ്ഞ് ചെറിയൊരു കരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, ഗ്യാസ് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇനി ബുക്ക് ചെയ്തൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ വിറകും കമ്മിയാണ് കേട്ടോ. നമുക്ക് ഈ അടുപ്പിലേക്ക് നല്ല വിറക് വേണം, അറിയാലോ. ഈ അടുപ്പുള്ള ആളുകൾക്കൊക്കെ ഒരുവിധം അറിയാം. നല്ല സ്റ്റോക്ക് ചെയ്യേണ്ടി വരും നമ്മൾ വിറക് കേട്ടോ. അപ്പം നമ്മുടെ സാധാ അടുപ്പ് പോലെയല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, വിറകും കുറച്ച് കമ്മിയാണ്. അപ്പോൾ ഇനി എന്തായാലും ഉള്ള കനലിൽ അങ്ങനെ വെച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടന് ചോറ് കൊണ്ടുപോകേണ്ട കാര്യമായതുകൊണ്ട് പിന്നെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പുലർച്ചെയൊക്കെ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മീനൊക്കെ ഞാൻ ആദ്യം നന്നാക്കി എല്ലാം വേർതിരിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അത് ചാറൊന്ന് കുറുകി വരുമ്പോൾ പുളി ഇട്ടിട്ടാട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പോൾ ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീനൊക്കെ ഇടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. ഒന്ന് ക്ലാസ് പോണ്ടേ എന്നുള്ളത് കാര്യങ്ങളാണ്. കാരണം 2 ദിവസം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആകെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റ ഇവിടെ ഇരുന്ന് TV ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി തിരുമ്പാനുണ്ട്, ഇനി അലക്കാൻ, ഇനിയിപ്പോൾ വെള്ളം തെളിഞ്ഞണമെന്ന് ഒന്നുകൂടി പോയി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങൾ എന്തായാലും കുടിക്കാനുള്ളതും വെക്കാനുള്ളത് വെള്ളമൊക്കെ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് കേട്ടോ. കൊണ്ടുവരാറാണ്. അങ്ങനെ എന്തെങ്കിലും പറ്റുമ്പോൾ അങ്ങനെ കൊണ്ടുവരാറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. സ്ഥിരമായിട്ട് വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ടാങ്കിലെ വെള്ളം വെറ്റിയിട്ടാണ് നമ്മൾ വെള്ളം അടിക്കുന്നത് വെച്ചെങ്കിൽ നല്ല കലക്ക വെള്ളമായിരിക്കും. പിന്നെ നമുക്കത് ഊറിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ മത്തിക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ മീൻ പൊരിക്കും കൂടി വേണം കേട്ടോ.
അപ്പോൾ അങ്ങനെ പൊരിക്കാനുള്ള ഇനി അടുപ്പത്ത് തന്നെയല്ലേ വെക്കുന്നത് വിചാരിച്ചിട്ട് കനലുള്ളതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞാറ്റേനെ ഒന്ന് മേല് കുളിപ്പിക്കുക, തല നനയ്ക്കുന്നില്ല മഴ കാരണം. ചിലപ്പോൾ മുടി ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ പണി കിട്ടുട്ടോ. ഞാനും 2 ദിവസമായിട്ടോ തലയൊക്കെ നനച്ചിട്ട്. ഈ മഴ നമ്മളിങ്ങനെ അടച്ച് പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തല നനച്ചിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ മുടിയൊക്കെ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷെ എന്നാലും എനിക്ക് അതേപോലെ തന്നെ മഴച്ചാറ്റിലൊക്കെ കൊള്ളുക പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാട്ടോ. ഒരു തുള്ളി തലയിൽ വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും കേട്ടോ. കാരണം പെട്ടെന്ന് എനിക്ക് ജലദോഷം വരും. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. മഴത്തുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്. ഞാൻ തലയിലൊരു തോർത്തോ അല്ലെങ്കിൽ തലയിലൊരു കവറോ അല്ലെങ്കിൽ കുടയെങ്കിലും പിടിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അല്ല മഴച്ചാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടിക്കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തലയിൽ മുണ്ടിടാതെ ഞാൻ ഇറങ്ങില്ല കേട്ടോ. ഭയങ്കര പേടിയാണ്. കാരണം നമ്മൾ പനി വന്നാൽ പിന്നെ എന്തായാലും അത് 1 ആഴ്ച 2 ആഴ്ചയുടെ ഉള്ളിൽ നമുക്കതിൻ്റെ മാറിയാലും നമുക്കതിൻ്റെ ക്ഷീണം വിടുകയില്ല കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ. അപ്പം അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അമ്മ പിന്നെ പുറത്ത് അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ തുള്ളി തൂവി ഇടുന്ന സമയത്തൊക്കെ അമ്മ മുറ്റടിക്കാനും അതിനൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ പുറത്തെ വെള്ളം പിടിച്ച് വെച്ചാൽ പാത്രങ്ങളിലൊക്കെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാനൊക്കെ അമ്മ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില പൊടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഇനി വറുത്തും കൂടി എടുക്കണം ഇനി മീൻ കിട്ടും. അതും കൂടി കഴിഞ്ഞാൽ പണി ഒരുങ്ങി. ഇനിയിപ്പോൾ അലക്കാനുള്ളത് കൊണ്ട് ഇനി അലക്കാനുണ്ട്. അത് ഇന്ന് പോകണോ നാളെ പോകണോ ക്ലാസ്സിന് എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ അവർ ചോറുണ്ണാനും കൂടി വന്നാൽ ഒരുമിച്ച് പോവുക. പക്ഷേ കുറേ ഉണ്ട് അലക്കാൻ പറഞ്ഞാൽ കുറേ ഉണ്ട്. പക്ഷെ പകുതിയെങ്കിലും അലക്കിയിട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ നമുക്കതൊരു ആശ്വാസമാണ്. പകുതി നാളെ പിന്നെ ഇടാനും സ്ഥലമല്ല. നമ്മുടെ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അലക്കിയിടാനൊക്കെ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ കുറേശ്ശെ അലക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം ബാക്കി ഞാൻ അലക്കിയിടാറുള്ളൂ കേട്ടോ. മഴ അങ്ങനെ അടച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് തിരുമ്പിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു കൂടെ കഴകളൊക്കെ ഉണ്ട്. അത് കൂടെയൊക്കെ അങ്ങോട്ട് നമുക്ക് ഇട്ടിട്ട് അങ്ങനെ എടുത്ത് ഇടാം. അങ്ങോട്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്ക് നല്ല പണി തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലമല്ല, അല്ലെങ്കിൽ മഴ കൊണ്ടിട്ട് തന്നെ ഇടേണ്ടി വരും. അത് അതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ അലക്കിയിട്ടിട്ട് ഇടാനുള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് കമൻസ് ഒക്കെ ഇട്ടിട്ടോ സന്തോഷം. അതുപോലെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വീഡിയോസ് എന്താ പറയുക കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് 2 തെങ്ങുണ്ടായിരുന്നു കേട്ടോ പുറകു വശത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഒരെണ്ണം വെട്ടി മാറ്റാന്ന് വിചാരിച്ചിട്ട് തന്നെ ആളെയൊക്കെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് ഈ കാറ്റും മഴയും കൂടി വന്നിട്ട് നമുക്ക് പണി തന്നത് കേട്ടോ. അങ്ങനെ ചോറും കറിയൊക്കെ ആയി, നമ്മൾ മീൻ പൊരിച്ചതൊക്കെ ആയപ്പോഴത്തേന് ഏട്ടൻ ചോറിനാൻ വന്നു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിച്ച ഫീലാണ് കേട്ടോ. ലോട്ടറി അടിച്ച സന്തോഷമാണ്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് നേരം വീഡിയോസൊക്കെ പിടിച്ചു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി മീനിൻ്റെ ഈ മത്തിക്ക് ഇപ്പോൾ നല്ല എന്താ പറയുക പനിഞ്ഞിൽ എന്നൊക്കെ പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്ക്, അതിൻ്റെ കരള്. അപ്പോൾ അങ്ങനെ അതുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വറുത്ത് കൊച്ചിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സെപ്പറേറ്റ് വറുത്തെടുത്തു കേട്ടോ. നോക്കുമ്പോൾ അവളുണ്ടോ അത് കഴിക്കുന്നത്, അവൾ ഒട്ടും കഴിച്ചേ ഇല്ല കേട്ടോ. പിന്നെ ഏട്ടൻ തന്നെ കഴിച്ചു. അമ്മ ഇതാ ചോറൊക്കെ എടുത്തിട്ട് പുറത്ത് വന്നിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്നോട് വേണമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഏട്ടൻ മാത്രം. ഏട്ടനും അമ്മയ്ക്കും കുറച്ച് കൊടുത്തു കേട്ടോ. ശകലം ഉണ്ടായിരുന്നുള്ളൂ, 1/2 കിലോ മീനല്ലേ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ ദേഹത്ത് നമ്മളിങ്ങനെ കൈ കഴുകിയിട്ടും പാത്രം കഴുകിയിട്ടൊക്കെ ആയിട്ട് ഞാനങ്ങനെ തുടച്ചിട്ട് എൻ്റെ ദേഹം മൊത്തം വെള്ളമായിരുന്നു കേട്ടോ. അതപ്പോൾ എൻ്റെ ഒരു ശീലമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ്ടോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം. ഇപ്പുറത്ത് കാണുന്ന എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ തറവാട് വീട്. അപ്പോൾ തെങ്ങ് നേരെ ഒരു മൂച്ചി ഉണ്ടായിരുന്നു. മൂച്ചിയുടെ മുകളിൽക്കട വീണ് ആ മൂച്ചിയുടെ കമ്പ അങ്ങനെ തറവാട് വീടിൻ്റെ ഓടിൻ്റെ മേലക്കട വീണ് 2, 3, 4, 5 വീടൊക്കെ പൊട്ടി. അങ്ങനെ അതെല്ലാം മാറ്റി കൊടുത്തു. ഇതാ നമ്മൾ തെങ്ങൊക്കെ വെട്ടി തള്ളിയിട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തെങ്ങായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു തെങ്ങും കൂടി മുറിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.